നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു ഇവിടെ വന്ന് നിൽക്കാണോ? എന്താ എനിക്ക് ഇവിടെ നിൽക്കാൻ പാടില്ലെന്നുണ്ടോ? എങ്കിൽ ഞാൻ പോയേക്കാം. എന്തിനാ സഞ്ജു ഇപ്പോഴിങ്ങനെ വിരോധം വെച്ച് എന്നോട് പെരുമാറുന്നേ? നിനക്ക് വേണ്ടത് എന്താ? ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അത് നിന്റെ ഒരു വെല്ലുവിളിയായിരുന്നു. നീ അതിൽ ജയിക്കാൻ പോകുന്നു. ജീവിതത്തെപ്പറ്റി മാത്രം നീ ചിന്തിക്കുന്നില്ല. സഞ്ജുവിന്റെ കൂടെ ഒരു ജീവിതം തന്നെയാ എന്തിനേക്കാളും വലുതായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും സ്വാതിയെ തള്ളി മാറ്റി ആ സ്ഥാനത്ത് കടന്നു കയറാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സ്വാതി സ്വമനസാലെ സഞ്ജുവിനെ എനിക്ക് വിട്ടുതരുമെന്ന് മാത്രമേ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുള്ളൂ. അവളാണ് എന്നെ ഈ വിഷയം പറയാൻ മംഗലശ്ശേരിയിലേക്ക് വിളിച്ചത്. അപ്പൊ സഞ്ജു എന്നെ നാണം കെടുത്തി വിട്ടു. സഞ്ജു ഇനി എത്ര തന്നെ ശ്രമിച്ചാലും സ്വാതിക്ക് എണ്ണേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ പോലും നിങ്ങൾ തമ്മിലൊരു വിവാഹം ഉണ്ടാവില്ല. നീ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതിക്കൊരു മാറ്റം വന്ന അവൾ എന്നെ വിട്ട് പോവില്ല. അത് സഞ്ജുവിന്റെ സ്വപ്നം മാത്രം. വിവാഹത്തിന് ഇനി അധികം നാളൊന്നുമില്ല. സ്വാതി സഞ്ജുവിനെ ആവശ്യപ്പെട്ട് വരുന്നെങ്കിൽ അത് കതിർ മണ്ഡപത്തിലേക്കാവും. അവള് വന്നാ നീ എന്ത് ചെയ്യും? സ്വാതി ഇപ്പൊ മാലാഖയായി പറയുന്ന നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഇവൻ ഇപ്പോഴും ജീവിക്കുന്നത് ആ പെണ്ണിനെ ഓർത്തു തന്നെയാ. അങ്ങനെ സ്വാതി താലികെട്ടിന് ഒരു നിമിഷം മുൻപെങ്കിലും കതിർ മണ്ഡപത്തിലേക്ക് വന്ന അമ്മുവിന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. നമ്മൾ തമ്മിലുള്ള വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുക തന്നെ ചെയ്യും. ഇനി സഞ്ജു എനിക്കൊരു വാക്ക് തരണം. സ്വാതി വന്നില്ലെങ്കിൽ എന്നെ ഭാര്യയായി അംഗീകരിച്ച് എന്റെ കൂടെ ജീവിക്കാൻ ഒരു മനസ്സുണ്ടാവുമെന്ന് ഇവിടെ വെച്ച് പറയണം. സ്വാതി വന്നില്ലെങ്കിൽ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. പിന്നെ ഒരുമിച്ചുള്ള ജീവിതത്തെപ്പറ്റി നിനക്ക് തന്നെ മനസ്സിലാവും. മനസ്സിലായില്ല? താലി കെട്ടിക്കഴിഞ്ഞാ ഞാൻ നിന്റെ ഭർത്താവായി കഴിഞ്ഞില്ലേ? നിന്റെ കളിപ്പാവാ. സ്വാതി പറയുന്നതിനല്ല വില കൽപ്പിക്കേണ്ടത്. അമ്മുവിന്റെ തീരുമാനങ്ങളാ എന്നെ ഭയപ്പെടുത്തുന്നത്. സഞ്ജു അമ്മുവിനെ പോലും അനുസരിക്കുന്നതിൽ കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കുന്നു. നമ്പീസിനെ ഇത് എത്ര നേരമായി വിളിക്കുന്നു. ഇയാള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്തെടുക്കുക? വർമ്മ സാർ ഒരു കാര്യത്തിന് വേണ്ടി അയച്ചതല്ലേ മാഡം? അതിനു വേണ്ടിയുള്ള ഓട്ടോ ആയിരിക്കും. ആ സഞ്ജന എന്താ നിന്നോട് പറഞ്ഞത്? തുടക്കത്തിലെ സംസാരമൊന്നും ഞാൻ കേട്ടില്ല. ഈ വിവാഹം നടക്കില്ല എന്ന് തോന്നൽ അവൾക്കുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.